ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let God's beautiful name be glorified in this place. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. I thank God for this beautiful time He's given to each one of us. അടുത്തുള്ളവരുടെ കരങ്ങളിൽ കൈപിടിച്ച് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വളരെ ശക്തമായിട്ടിരിക്കും. Shake the hands of the person sitting next to you. Say, "Oh, the Holy Spirit is in our midst, and He will do great things." Holy Spirit is active. The Holy Spirit is active. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി. The Holy Spirit is active. Amen. Hallelujah. ഇന്ന് പകലിൽ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ ദൈവം ഉണർത്തി. Today morning God raised wonderful testimonies in this place. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. And God gave us the grace to sing songs together for His glory. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുകയാണ്. And you are now going to hear from the word of the Lord. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അന്തരംഗത്തിൽ നൽകിയ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ ഇന്ന് പകൽ നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. When I was in the presence of the Lord gave me a verse, a word of meditation that I want to share with you today. സങ്കീർത്തനം 107:20 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വചന കേൾവി നമ്മളെ സൗഖ്യമാക്കും. It says in Psalms 127 says that the word of Lord will bring healing. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 15:3 വായിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചന കേൾവി നമ്മളെ വിശുദ്ധീകരിക്കുന്നു. It says in John's gospel that the listening, constant hearing of the word will make you holy. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 10:17 വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചന കേൾവി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. In Romans chapter 10 it says about that the listening to the word gives you faith. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1:3 വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവവചനത്തിന്റെ കേൾവി നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നു. It says that in Revelation it says that listening to the word of God will lead you to a season of blessing, of blessedness. Hallelujah. വെളിപ്പാട് പുസ്തകത്തിൽ അത് വളരെ തലംതിരിച്ച് പറഞ്ഞു. അത് വായി കേൾക്കുന്നവനും വചനത്തെ കേൾക്കുന്നവനും വചനത്തെ വായിക്കുന്നവനും വചനത്തെ ഹല്ലേലൂയ പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. In Revelation it is very clear to the one who listens to the word, the one who reads the word, the one who acts the word is the one who will be blessed. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ളവർക്ക് കരം കൊടുത്ത് ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, you are a blessed person. So if that is true, give the hands to the person sitting next to you and say you are blessed. Amen. Hallelujah. കാരണം നമ്മൾ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Because you are listening to the word of God. നമ്മൾ വചനത്തെ കേൾക്കുക മാത്രമല്ല വായിക്കുകയാണ്. And you are not just listening to the word of God, you are reading from the word of God. ഹല്ലേലൂയ. മാത്രമല്ല ദൈവവചനത്തെ പ്രമാണിക്കുന്ന ഒരു കൂട്ടമായി ദൈവം നമ്മളെ ആക്കി തീർത്തിരിക്കുന്നു. And you are all people who are going to act and enact the word of God. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരിക്കലും അത് ബാങ്ക് ബാലൻസ് അല്ല. So if that is true, the reason for your true provision of blessing is not your bank balance. നമ്മുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ജോലി അല്ല. So the prerequisite to your blessing is not a job. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നേട്ടങ്ങൾ അല്ല. So your prerequisite to you getting a blessing is not all the achievements that you had in your life. അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മൾ കർത്താവിന്റെ സ്തോത്രം അധ്വാനിച്ച് കൂട്ടിയ സ്വത്തുക്കൾ അല്ല. The prerequisites to a blessing is not the money that you have worked hard and you have saved up. ഹല്ലേലൂയ. നമ്മൾ ധരിച്ച വസ്ത്രവുമല്ല. It is not the clothes that you and I wear. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ അന്തരംഗത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്. It is the word of God that comes into your hearts that brings the blessing that is kept for you. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. And that is why Apostle Paul cried out this. ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു. That you heard the message that we spoke about our God. സാക്ഷാൽ ദൈവവചനമായത്രേ. And that it is the actual word of God. നിങ്ങൾ അതിനെ കൈക്കൊണ്ടതിനാ, because you have taken it to heart, വിശ്വസിക്കുന്ന നിങ്ങൾ അത് ശക്തിയായി വ്യാപരിച്ചു. and because you believe in it, you will convert that faith into power. Amen. Hallelujah. Word convert ആയി എന്തായി? Power ആയി. Word was converted to power. എങ്ങനെയാ? വിശ്വസിച്ചപ്പോൾ. When did that happen? When the word was believed, or when the word was believed by ഞാൻ faith. ആത്മതലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ,
വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഈ വചനം കേൾക്കാൻ മാത്രമല്ല, അത് കൺവേർട്ടായി മാറും, അത് ശക്തിയായി മാറും. You know, when you listen to the word of God, you need to have a clear understanding that the word of God that you're listening to is going to be converted to a power. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ദൈവവചന കേൾവി അത് ശക്തിയായി വ്യാപരിക്കും. Because the word of God that you listen to will be converted to spiritual power. ഹല്ലേലൂയ. Hallelujah. സർവ്വസാധാരണമായി ദാഹിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വെള്ളം കുടിക്കും. Normally what happens when you thirst? You drink water. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രതികരണം. And that is your response to your thirst. ചൂട് വന്നാൽ നമ്മൾ ഫാൻ ഇട്ട് പ്രതികരിക്കും. And when you're feeling hot, you respond by putting on the fan. വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിച്ച് നമ്മൾ പ്രതികരിക്കും. And when you're hungry, you respond by eating food. ഉറക്കം വന്ന ബില്ലിഗ്രാമം വന്ന് ഇവിടെ പ്രസംഗിച്ചാലും ഉറങ്ങി പ്രതികരിക്കും. And if you're sleep deprived, even if Billy Graham comes here, you will still sleep. ഇതൊക്കെയല്ലേ പ്രതികരണം? Isn't that your response? അങ്ങനെയാണെങ്കിൽ വചനം കേട്ടോണ്ടിരിക്കരുത്, മൗനമായിരിക്കരുത്, പ്രതികരിച്ചോണ്ടിരിക്കണം. So when you listen to the word of God, your response should be to respond to the word of എല്ലാ God. വിഷയത്തിനും പ്രതികരിക്കുന്നവർ വചനം കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കരുത്. So if people who respond to everything that happens in their life, when you hear the word of God, you should also respond to the word of God. ആമേൻ. Amen. ഇത് പകൽക്കാലം ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി കൈമാറാനാണ് ആഗ്രഹിക്കുന്നത്. Today morning I want to share a small thought with you today. ദൈവവചനത്തിന്റെ ധ്യാനത്തിനായി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും ഒന്ന് സജ്ജമാക്കാം. For listening to receive the word of God, prepare your hearts and your minds. ഒന്ന് 2 Corinthians chapter 3 അതിന്റെ 6, 8, 9 കുറിവാക്യമായി എടുക്കാം. അതേ അധ്യായത്തിൽ അവസാനത്തെ 3 വാക്യങ്ങൾ 16, 17, 18 ഒപ്പം ചേർക്കാം. So let's all turn our Bibles to 2 Corinthians chapter 3. We are going to meditate 6, 8 and 9 as the key verse. We'll also at the later of the sermon we'll also be looking at 16, 17 and 18. 2 Corinthians chapter 3 verses 6. വായിച്ചാൽ അവൻ ഞങ്ങളെ പൊതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അവൻ ഞങ്ങളെ പൊതുനിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ നമ്മളെ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരന്മാരല്ല, അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടല്ല, ആത്മാവിന്റെ ശുശ്രൂഷക്കാരന്മാരത്രേ. ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. തേജസ്സുള്ളതായി 8. 8, 9 വായിച്ചു. തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ. അല്ല, അതിന് കണ്ടിന്യൂ ഒന്ന് വായിച്ചു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു, എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്കരിക്കുന്നതായിരിക്കും. 16, 17, 18. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആമേൻ. Amen. He has made us competent as ministers of a new covenant, not of the letter of the Spirit, for the letter kills, but the Spirit gives life. Will not the ministry of the Spirit be even more glorious if the ministry that brought condemnation was glorious? How much more glorious is the ministry that brings righteousness? But whenever anyone turns to the Lord, the veil is taken away. Now the Lord is the Spirit, and where the Spirit of the Lord is, there is freedom. And we all know who with unveiled faces is contemplated the Lord's glory and are being transformed to His image with ever increasing glory, which comes from the Lord who is Spirit. ആമേൻ. Amen. എല്ലാവരും എന്റെ കൂടെ പോരണമേ. You all need to journey with me as we share this എന്റെ message. കൂടെ പോരണം എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ കൂടെ നിങ്ങളും കൂടെ വരണമെന്നാണ് ഈ പറയുന്നത്. When I say journey with me, doesn't mean physically journey with me, meaning in a sermon, journey your thoughts with me. ആമേൻ. Amen. 2 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായത്തിൽ 18 വാക്യങ്ങളാണുള്ളത്. You know, 2 Corinthians chapter 3 has 18 verses. ഈ അധ്യായം മുഴുവനായി നമ്മൾ
വായിച്ച് മനസ്സിലാക്കിയാൽ വളരെ ഗൗരവമായ ഒരു വിഷയത്തെയാണ് ഇത് പ്രതിപാദിക്കുന്നത്. And if you read the 18 verses, you will understand that Paul is speaking about something that is very serious. ആ വിഷയം എന്നുള്ളത് മഹത്വം എന്ന വിഷയമാണ്. And the word that is being spoken in these scriptures, in these verses, is about glory. തേജസ് എന്നുള്ളത്. It talks about glory. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അത് അറാമിക്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഷെക്കേന എന്ന് പറയും. In Aramaic, it's called Shekinah. കർത്താവിന്റെ സ്തോത്രം. അത് ഹീബ്രുവിൽ കാബോദ് എന്നതിനെ പറയും. In Hebrew, it's called kabod. ഹല്ലേലൂയ. അവിടെ ഈ അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ മോർ ഗ്ലോറി എന്ന് അവിടെ പറയുന്നത് കാണാം. And if you read the third chapter, 2 Corinthians 3, you will understand there is a word that is words that's used, more glory. ഹല്ലേലൂയ. Hallelujah. അധ്യായത്തിന് ഗ്ലോറി ടു ഗ്ലോറി എന്നും കാണാം. And you can see a word, glory to glory. ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ വെളിപ്പാട് അത് പ്രാപിച്ചവനായി വെളിപ്പാടിന്റെ ഒരു ശൃംഖല ഹല്ലേലൂയ ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. And he is giving a great revelation to the church. എന്താണ് മഹത്വം എന്നുള്ളത്? And he is giving a revelation. എന്താണ് ഗ്ലോറി എന്നുള്ളത്? He is giving a revelation to the church on explaining നമ്മൾ what the glory എല്ലാവരും is. ഹല്ലേലൂയ ഉപയോഗിക്കുന്ന വളരെ സുപരിചിതമായ പദപ്രയോഗമാണ് ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി. We all as children of God use this word very commonly. We say glory to God. We use the word glory quite a lot. അതെ, മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. You need to give God the glory. കഴിഞ്ഞ അല്ലെങ്കിൽ 20-25 വർഷമായി ഞാൻ ശുശ്രൂഷയിലായിട്ട് And I'm in the ministry for the last 25 years. ഞാൻ പല വിഷയങ്ങളെ ആസ്പദമാക്കി ഹല്ലേലൂയ പ്രസംഗങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് പ്രസംഗിക്കുന്ന ദൈവം കൃപ തന്നിട്ടുണ്ട്. And many times I have given sermons by the inspiration of the Holy Spirit. ഞാൻ പ്രസംഗിച്ചതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ ഗ്ലോറി എന്നുള്ള വിഷയം. And you know, in all these sermons that I've preached for 25 years, there's one aspect that is really important, and that is the glory. അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഗ്ലോറി പിന്നെ അഭിഷേകവും രണ്ടാണ്. So what I've understood in my years of study and by the inspiration of the Holy Spirit, that glory and anointing are two different things. സത്യത്തിൽ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന് നൽകപ്പെടുന്ന അഭിഷേകത്തിനേക്കാളും പ്രാധാന്യമുള്ളതെന്ന് വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. Because when you study the word, you will understand that the glory of Lord has greater importance than the anointing that comes from the Lord. എന്താണ് മഹത്വത്തിനും അഭിഷേകത്തിനുമുള്ള വ്യത്യാസം? So what is the difference between glory and anointing? അഭിഷേകം എന്നുള്ളത് കൂടാ. You know, anointing can increase. അഭിഷേകം എന്നുള്ളത് കുറയാം. Anointing can decrease. അഭിഷേകം എന്നുള്ളത് പോകാം. Anointing can be completely അങ്ങനെ get rid of. അഭിഷേകത്തിൽ ഈ വിധ വിഷയങ്ങൾ സംഭവിക്കും. And in anointing, these things can happen. എന്നാൽ മഹത്വത്തിന്റെ പ്രത്യേകത എന്താ? But glory is, what is the difference between glory? ദൈവത്തിന്റെ മഹത്വത്തെ ആർക്കും കൂട്ടാൻ സാധിക്കുകയില്ല. Because God's glory no man can increase. ദൈവത്തിന്റെ മഹത്വത്തെ ആർക്കും കുറയ്ക്കുവാൻ കഴിയുകയില്ല. God's glory no man can decrease. ദൈവത്തിന്റെ മഹത്വത്തെ ആർക്കും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. God's glory no man can take away. അഭിഷേകത്തിന്റെ ശുശ്രൂഷയിൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. അഭിഷേകത്തിന്റെ ശുശ്രൂഷയിൽ അഭിഷക്തൻ ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കപ്പെടുന്നവനായി മാറുന്നു. You know, during a service of an anointed person, the anointing of the person takes great importance. എന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ശുശ്രൂഷയിൽ വ്യക്തികൾ മറയുന്നു, ദൈവം മഹത്വപ്പെടുന്നു. But let me tell you, when God's glory is being revealed there, and the person is not lifted up, but God's glory, His name alone is lifted up. എത്രയോ മനസ്സിലായി? How many of you are able to ഒരു understand നല്ല this? ഹല്ലേലൂയ പറയാമോ? Can you say hallelujah? ഹല്ലേലൂയ. Hallelujah. മഹത്വത്തിന്റെ അതായത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയിൽ ഒരു വ്യക്തി അഭിഷക്തൻ ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ചാൽ ഹല്ലേലൂയ പെട്ടെന്ന് രോഗം സൗഖ്യമാകുന്നത് കാണുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അത് പ്രത്യക്ഷതയിൽ കണ്ടുവരികയാണ്. You know, when an anointed person lays hands on and people get healed, sick are set, the people who are set free, there are great signs that will take place when the anointed lays his hands. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കപ്പെടുകയാണ്. And that person's actions
get എന്നിട്ട് glorified. ഭവനത്തിൽ ചെന്ന് ഇങ്ങനെ പറയാറുണ്ട്, Sometimes ഭവനത്തിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നു, we go home and we tell, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്ത് അനുഗ്രഹമായിരുന്നു, we say that that person's ministry was so great. അദ്ദേഹം കൈവച്ചപ്പോ രോഗം സൗഖ്യമാകുന്നു, And when this person laid the hand, we got അല്ലെങ്കിൽ healed. കാഴ്ചയില്ലാത്തവന്റെ കാഴ്ച വന്നു, The blind could see, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവന് ചെവി കേൾക്കുവാൻ the തുടങ്ങി. deaf could hear. ഓ ഭയങ്കര അഭിഷേകം. And we would say that this person is such a great and man of God that has a great anointing. അപ്പൊ എല്ലാവരുടെയും നാവിന്റെ അറ്റത്ത് അദ്ദേഹത്തിന്റെ പേരുള്ളേ. And you know what happens every time we say that, the name of the person is attached to the anointing, അതിലോ അവൻ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. and he has already got his name. എന്നാൽ മഹത്വത്തിന്റെ ശുശ്രൂഷ അങ്ങനെയല്ല. But the service or the ministry of God's glory is not അതിൽ like that. മഹത്വത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടാൽ വ്യക്തികൾ മറഞ്ഞു പോകും, അവരുടെ ദൈവം ഉയർത്തപ്പെടും. And you know, when the service of the ministry of the glory of God is being revealed, there no name has been given credit. God അവിടെ alone ഒരു deserves the വ്യക്തിക്ക് glory. പ്രാധാന്യം വരുന്നില്ല, അവിടെ അവനിൽ പ്രവർത്തിച്ച ദൈവ മഹത്വത്തിന് പ്രാധാന്യം വരുന്നു. There the person is not getting the name, but the glory that has used the person gets all the name. അതിൽ എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്? So what is Paul saying in these scriptures? അവൻ നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി തീർക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റി. It says that Paul has made us competent. God has made us competent in the ministry of the new covenant. ഓ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ന്യൂ കവനന്റ്. He said after me, new covenant. എല്ലാവരും പറഞ്ഞു ന്യൂ കവനന്റ്. New covenant. നമ്മൾ എല്ലാവരും ശുശ്രൂഷകന്മാരാണ്. You are all ministers of God. കർത്താവിന്റെ ശുശ്രൂഷയിലാണ് നമ്മൾ You are all in എല്ലാവരും. the ministry of God. പറഞ്ഞാട്ടെ നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ. Say it loudly, I am in the New Testament ministry of God. അതങ്ങനെയാ പാസ്റ്റർ, ഞാനൊരു വിശ്വാസിയല്ല, ഞാൻ ശുശ്രൂഷകനാണോ? And you might ask that question, God, I am a New Testament believer, but how am I a New Testament minister? അതെ, നമ്മൾ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷകന്മാരാണ്. Yes, that is true. Even though you're a New Testament believer, you're also a New Testament minister. ഹല്ലേലൂയ. അക്ഷരം പിന്നെ പൗലോസ് പിന്നെ എടുത്തു പറയുകയാണ്, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല. Then Paul clearly mentions here, it is not the ministry of letters. എന്താണ് അതിന്റെ അർത്ഥം? So what does that mean? Ministry of letters. അക്ഷരത്തിന്റെ ശുശ്രൂഷ. What does it mean when Paul says ministry of letters? We are not the ministers of the law that is written എന്നാണ് അതിന്റെ അർത്ഥം. What that means is that we are not the ministers of the law that has already been written. അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെയാണ് അത് കാണിക്കുന്നത്. What the letters resembles is the law. resembles the law. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ലോ ഉണ്ടായിരുന്നല്ലോ, നിയമങ്ങൾ. ഹല്ലേലൂയ. അതിനെയാ കാണിക്കുന്നത്. So the ministry of the letter simplifies the Old Testament law than the ministry that you do with that. അതിന് മോശ ചെയ്ത ശുശ്രൂഷ അക്ഷരത്തിന്റെയാണ്. The ministry that Moses did was the ministry of letters. അതുകൊണ്ടാണ് അവിടെ വായിച്ചു കേട്ട ആ ഭാഗത്തിൽ തന്നെ മോശയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. And that is why in the scriptures Moses is mentioned in the scriptures. എന്നാൽ അല്ലെങ്കിൽ ദൈവം നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി മാറ്റിയപ്പോൾ അർത്ഥം നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, പിന്നെയോ നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. Now when God speaks here, God is saying to us as a church, He's saying you are not an Old the letter ministry of letters, but you are a ministers who will minister in spirit. ആമേൻ. Amen. സന്തോഷമുണ്ടോ? Are you happy? ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. Because you and I are the ministers of the spirit. കാരണം എന്താ? You know why? പരിശുദ്ധാത്മാവ് നമ്മൾ റിസൈഡ് ആയിരിക്കുക. Because the Holy Spirit dwells in you. അതല്ല, ഇപ്പോൾ നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ കൂടെ പരിശുദ്ധാത്മാവാണ്. Because now wherever you go, the Holy Spirit comes with you. അല്ലയോ, അത് ഇവിടെ നമ്മളിൽ റിസൈഡ് ആയിരിക്കുക. Because the Holy Spirit is residing in you. നമ്മൾ പോകുന്ന ഇടത്തൊക്കെ പരിശുദ്ധാത്മാവുമായാണ് പോകുന്നത്. Because wherever you go now, you're taking the Holy Spirit with you. ഹല്ലേലൂയ. അതാണ് ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. That is called the ministry of the Holy Spirit. പൗലോസ് പിന്നെയും പറയുകയാണ്, And Paul, when you read it down, he ഞാൻ says സ്വയം again, പ്രാപ്തനായതല്ല. he says that I did not self-establish myself. ഹല്ലേലൂയ. എന്നെ ദൈവം പ്രാപ്തനാക്കി. It is God who enabled me for this ministry. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്ത് ആ ഒരു ചിന്തയെ വളരെ ഗൗരവമായിട്ട് കാണും. You need to see that it is very great importance.
ഹല്ലേലൂയ. Hallelujah. ഞാനായി മാറിയതല്ല, എന്നെ അങ്ങനെ ആക്കി തീർത്തതാണ്. He says that I am not competent, he made me competent. ഹല്ലേലൂയ. Hallelujah. എന്നെ ശക്തനാക്കി അവൻ മാറ്റിയതാണ്. He made me to be competent. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക്, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കരമുയർത്തി പറയുവാൻ കഴിയും, എന്നെ ദൈവം ഇങ്ങനെ ആക്കി തീർത്തതാണ്? How many of you sitting in this place will be able to tell wholeheartedly that God has made you competent? ഹല്ലേലൂയ. ഞാനായി തീർന്നതല്ല. It is not that you are born competent. എന്റേതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. There is nothing that you can proclaim of you being ഈ competent. തെരഞ്ഞെടുപ്പിന് കാരണം ദൈവമാണ്. The reason for your selection is God alone. ഈ ശുശ്രൂഷയ്ക്ക് ഉത്തരവാദി അപ്പച്ചനാണ്. And the ministry that you have is reason is God എന്നെ ദൈവം alone. ഇങ്ങനെ ആക്കി തീർത്തു. God has made you like this. എന്റെ കർത്താവിന്റെ സന്തോഷത്താൽ നിറച്ചു. And God fill you with his happiness and joy. ദൈവത്തിന്റെ കൃപാവരങ്ങൾ എന്നിലേക്ക് അവൻ പകർന്നു. And God gave you his spiritual gifts. ഇന്ന് ഞാനായി സംസാരിക്കുന്നതല്ല, എന്നിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. So it is not I who is speaking, it is the Holy Spirit using me to speak to you. ഹല്ലേലൂയ. എത്ര പേർക്ക് How സന്തോഷമാണ്? many of you are happy in this place? എന്താണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത? So what is the ministry of the new covenant? ദൈവത്തിന്റെ നിന്ന് പ്രാപിച്ച പുതിയ നിയമത്തിന്റെ ആ ശുശ്രൂഷയുടെ പ്രത്യേകത എന്നുള്ളത് ജീവിപ്പിക്കുന്നതാണ്. You know you know what is the sign of the New Testament ministry is that the ministry that the Lord has given to the New Testament is a ministry that will bring life. Hallelujah. പറയട്ടെ, it will bring life. Say the New Testament ministry will bring life. പറയട്ടെ. ഹല്ലേലൂയ. അത് ജീവൻ നൽകുന്നതാണ്. The New Testament ministry gives life. ഹല്ലേലൂയ. Hallelujah. Thank you Lord. Thank you, Lord. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയിൽ ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ജീവൻ വ്യാപരിക്കുകയാണ്. You know, when we are the ministers of the New Testament by the Spirit, you know what happens? The sign is that when they are doing the ministry by the power of the Holy Spirit, what happens there is life comes into എത്ര play. പേർക്ക് ആ കൊതിയുണ്ട്? How many of you have the desire for life to ഹല്ലേലൂയ. come into place? ജീവിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നിന്നെ ദൈവം മാറ്റുകയാണ്. That God is transforming you to be a person that brings life. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും ജീവനെ പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല. Do you know the powers of this world cannot bring life? ഹല്ലേലൂയ. എന്ത് ചെയ്യാനുള്ള ശക്തി ഈ മനുഷ്യനുണ്ട്, എന്നാൽ ജീവൻ കൊടുക്കുവാൻ ആർക്കും You കഴിയത്തില്ല. know, man has the power to do anything and everything, but one thing man cannot do is give life to someone. എന്നാൽ പരിശുദ്ധാത്മ പറയുകയാണ്, നീ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാണെങ്കിൽ നിന്നിൽ കൂടി ഒരു ജീവനെ വ്യാപരിപ്പിക്കത്തക്ക നിലയുള്ള ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുവാൻ കഴിയും. നീ എപ്പോ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാകുമോ? But the Holy Spirit here is telling that when you are the ministers of the New Testament, one thing is for sure, that the Spirit comes, you will do this ministry that gives life. നീ പോകുന്ന ഇടത്ത് ജീവൻ, So wherever you go, your ministry നീ will give life. സംസാരിക്കുന്ന ഇടത്ത് ജീവൻ. Whenever you speak in this Holy Spirit ministry, you will speak life. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിന്നിൽ കൂടി ഒരു ജീവൻ Because വ്യാപരിക്കുന്നത്. through you there will be a life that comes into place. മൗനമായും മ്ലാനമായും വിഷമിച്ചും ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നീ നിന്നാൽ അവരുടെ ജീവൻ വ്യാപരിക്കുമെന്ന്. You know what that means? So when you're standing next to a person who's gloom, sad, broken, when you're standing next to the person, you know what happens? The Holy Spirit will give life to that person. നീ അവിടെ നിന്നു കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചാൽ മതി. And you know, only thing you got to do is stand next to that person. എന്നിട്ട് അദ്ദേഹത്തോടൊന്ന് വർത്തമാനം പറയും, നിന്നു കൊടുത്താൽ And മതി. the only thing you not got to do is just speak to that person. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. And only thing you have to do is give yourself to pray for the other person. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചൊരു വചനം അതിന്റെ കൂടെ ഏറ്റുപറയാൻ കഴിയാൻ മതി. And you know what? When you're standing there speaking and praying, you just need to agree to the word of God and declare the word of God to the person, and the life will flow. ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. And I have experienced that in my life. ഞാനത് സ്ട്രീറ്റിൽ ഞാൻ I have അനുഭവിച്ചിട്ടുണ്ട്. experienced that in the streets. ഹല്ലേലൂയ. സ്ട്രേഞ്ചേഴ്സിന്റെ ഇടയിൽ ഞാൻ I have അനുഭവിച്ചിട്ടുണ്ട്. experienced that among strangers. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ കൈമാറുമ്പോൾ അല്ലെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, ഒരു പുതിയ സീസൺ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാണ്. അത് ജീവൻ പകരുന്ന ഒരു സീസണിലേക്ക് നിന്നിൽ കൂടി, നിന്റെ കുടുംബത്തിൽ കൂടി,
ഊടാല ഹത്തര The Holy ഹരാധര Spirit is clear and അടകമന giving the prophetic രക്ഷ. voice in this Hallelujah. place, and He's saying, we are God is going to give Thank you a you, new thank you. ministry, a Thank you, ministry Lord. of the Spirit, a Thank you, ministry of Lord. Spirit that gives you life and Hallelujah. will bring life. മൗനമായിരിക്കാനുള്ള സീസണല്ല, ജീവൻ പകരേണ്ടതിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു സീസണിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുകയാണ്. Because God has called you to a season and a ministry of not keeping silence, but a ministry where the Holy Spirit is going to use you to bring life. You are the minister of the New Testament covenant. Because you are the minister of the New Testament covenant. And when the Holy Spirit resides in you, and when you start available for God's Holy Spirit to use you, I will tell you, you are not an ordinary person, but from you, through you, the life will impart. When you are the New Testament ministers, let me tell you, it is not you who are in action, it is God who will use you to do great things and will bring life. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നിൽ കൂടി ജീവൻ How പകരുന്നതാണ്? many of you desire that God, through me, I എന്റെ want to minister? സാക്ഷിയിൽ കൂടി ഒരു ജീവൻ Father വ്യാപരിക്കട്ടെ. God, through my testimonies, I want to bring, you want to bring എന്റെ life. സംസാരത്തിൽ കൂടി ജീവൻ വ്യാപരിക്കട്ടെ. Father God, through my communication, I want to bring, you want എന്റെ to bring പാട്ടിൽ life. കൂടി ഒരു ജീവൻ വ്യാപരിക്കട്ടെ. Father God, through my actions, let the life come out. ഓ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചു. And it started making me really think. ഹല്ലേലൂയ. ദൈവം അതിനുവേണ്ടി നമ്മളെ And വിളിച്ചിരിക്കുന്നത്. that is why God has called you and I. ഹല്ലേലൂയ. Hallelujah. Thank you, Lord. Thank you, Lord. നീ പോകുന്ന ഇടത്തെ ജീവൻ. Because wherever you go, life comes into play. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ബൈബിൾ പറയുന്നു, Bible says, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്നതാണെങ്കിൽ if the new covenant ministry is the something that brings life, പഴയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കൊല്ലുന്ന ശുശ്രൂഷയാണ്. and you know what, the old covenant ministry is a ministry that kills. ഹല്ലേലൂയ. Hallelujah. എന്നാണ് പാസ്റ്ററെ കൊല്ലുന്ന ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞത്? So what does it mean, a ministry that kills? കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയായിട്ടാണ് മോശ ഇരുന്നേ. So you might be thinking, Pastor, if that is true, you mean to ഇതിനാണ് say ദൈവം that, വിളിച്ചേ. you might be saying, did Moses do a ministry of killing? Bible says, The Bible says, പഴയ നിയമ ശുശ്രൂഷ അത് കൊല്ലുന്ന ശുശ്രൂഷയാണ്. it says that the Old Testament ministry was the ministry that പുതിയ kills. നിയമ ശുശ്രൂഷ ജീവിപ്പിക്കുന്നത്. And the New Testament ministry is നമുക്ക് the one ഇതൊന്ന് that പഠിക്കണ്ടേ? kills. And you need to study these ഇത് two. എന്താണെന്ന് We മനസ്സിലാവും. need to understand what these are. മോശ എന്താണ് അതിൽ കൂടി ഹല്ലേലൂയ ചെയ്തത് എന്ന് ഇവിടെ പൗലോസ് പ്രത്യേക വെളിപ്പാടിൽ കൂടി വെളിപ്പെടുത്തുകയാണ്. And here Paul is revealing what the ministry that Moses did, the ministry of killing, what is clearly mentioned by great revelation. Paul mentions it. പഴയ നിയമത്തിൽ മോശ സീനായ് പർവ്വതത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവം നൽകിയ നിയമ കല്ലുമായി ഹല്ലേലൂയ the tablet of the law ഹല്ലേലൂയ പിടിച്ച് അവൻ താഴ്വരയിലേക്ക് നടന്നു വരികയാണ്. And you know, now let's go to the Old Testament. Now Moses is receiving the covenant, 10 commandments from the Lord, and he's taking it and he's coming down this Mount Sinai. ഹല്ലേലൂയ. Hallelujah. 40 ദിവസമായി സീനായ് പർവ്വതത്തിന് മുകളിലാണ്. Now Moses was almost 40 days in the Sinai mountain. ഭക്ഷണം വെടിഞ്ഞ് വെള്ളം വെടിഞ്ഞ് അവൻ ഇരിക്കുകയാണ്. Now Moses has not eaten, not drink any water. He's in the mountain. അവിടെയാണ് ദൈവം അവന് നിയമപുസ്തകം അല്ലെങ്കിൽ നിയമത്തിന്റെ കല്ല് ഹല്ലേലൂയ അവന് കൊടുക്കുന്നത്. And in that place, in that season of Moses' life, is where God is giving Moses the 10 commandments. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് ചിന്തിക്കണേ. Now listen to me carefully. ഇപ്പോൾ ഞാൻ സ്റ്റോറിയിലേക്കാണ് Now കിടക്കുന്നത്. I'm going to the story. ഹല്ലേലൂയ. മോശ വലിയ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. Now Moses is coming down from a big mountain. പർവ്വതത്തിന്റെ താഴെ അടിവാരത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനമുണ്ട്. Now a group of people are waiting to see Moses. അവര് സത്യത്തിൽ ഈ താഴെ ഇങ്ങനെ താഴ്വരയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനം സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവര് ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. ബട്ട് അതിന് പകരം കാളക്കുട്ടിയെ ഹല്ലേലൂയ ഉണ്ടാക്കി അവിടുത്തെ ജനത്തിന്റെ പൊന്നും വെള്ളിയും എല്ലാം ഉരുക്കി അതിൽ നിന്ന് മെനഞ്ഞെടുത്ത കാളക്കുട്ടിയെ അവിടെ സ്ഥാപിച്ച് അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. And you know what happens to there was a group of people that were waiting for Moses to bring the word of the Lord. But what happened is that the people, instead of worshipping the true God, they started bringing the gold, silver, everything together and making a calf and worshipping the calf. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശ ഇറങ്ങി വരുന്നത്. And it is at that situation that Moses comes from the mountain. ഹല്ലേലൂയ. Hallelujah. മോശയുടെ ബൈബിൾ പറയുന്നത് മോശയുടെ ത്വക്ക്
മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്നു. The Bible says that his face was so radiant. ഹല്ലേലൂയ. ഭയങ്കര ശെഖീന, ഭയങ്കര ഗ്ലോറി. And his face was filled with the glory, the Shekinah of the Lord. അതുകൊണ്ട് ജനത്തിന് നേരിട്ട് കാണുവാൻ കഴിയാത്ത നിലയിൽ അവന്റെ മുഖത്ത് അതുപോലെ മിന്നൽ ശക്തി വ്യാപരിച്ചിരിക്കുക. And it says that the people could not even look at his face because the glory of the Lord was completely in his face. പിന്നെ എന്താ മോശ ചെയ്തത്? You know what Moses did? മോശ ഒരു മൂടുപടം ഇട്ടു. And he put a veil on his face. അങ്ങനെയാണെങ്കിലും ജനത്തിനിടയിൽ ഒന്ന് നിൽക്കാൻ പറ്റുമല്ലോ. And then that, because Moses thought it is only by putting a veil that he can ദൈവത്തിന്റെ stand with ഗ്ലോറി his എന്നൊക്കെ people. പറഞ്ഞാൽ So just imagine that is the glory of the Lord. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ അവൻ കടന്നു വന്നിരിക്കുക. Now Moses has put a veil and he's come to this people. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ And when he's standing there, അവന്റെ മുഖത്ത് വളരെ പ്രകാശം, his face is radiant. ശെഖീന, There is a Shekinah. Glory. There is a glory. of Come God. on. There is അവനെ മൂടിയിരിക്കുക. It has been covered in his face. ബട്ട് അവന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ കാബോദില്ല. But in his heart, there is no glory or no kabod. എന്ന കാര്യം അറിയുമ്പോ Do you know why? അവന്റെ ഹൃദയത്തിൽ ദേഷ്യമാണ്. Because in his heart, there was anger. എന്തിന്റെ ദേഷ്യ? Do you know why? താഴ്വരയിൽ ആരാധിക്കുന്ന ജനം ദൈവത്തെ ആരാധിക്കുന്നതിന് അതിന് പകരമായി കാളക്കുട്ടിയുടെ മുൻപിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുക. Because his anger came in his heart because he saw the people that were supposed to serve the Lord is now worshipping idol. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Are you able to understand? ഹല്ലേലൂയ. ഈ ജനത്തെ കണ്ടപ്പോൾ മോശയുടെ മുഖം ഹല്ലേലൂയ തേജസ്സു കൊണ്ട് നിറഞ്ഞിരുന്നാൽ അവന്റെ ഹൃദയം ഹല്ലേലൂയ ദേഷ്യത്താൽ നിറഞ്ഞിരിക്കുകയാണ്. But you know what happened? So Moses came down, his face was radiant, but his heart was not radiant of the glory of God. ഒരു കാര്യം ഇവിടെ ഞാൻ വിളിച്ചു പറയാൻ And പോകുന്നു. I'm going to say something now. പഴയ നിയമത്തിന്റെ മോശയുടെ അതിന് തേജസ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. You know what it means? That the Old Testament glory was revealed in the skin, in the Moses' skin. അങ്ങനെ തന്നെ അല്ലേ? സ്കിന്നിൽ വെളിപ്പെട്ടു. It was revealed in the എന്നാൽ skin. പുതിയ ദൈവത്തിന്റെ മഹത്വം സ്കിന്നിലല്ല വെളിപ്പെടുന്നത്, ഹൃദയത്തിലാണ് But വെളിപ്പെടുന്നത്. you know the New Testament Hallelujah! glory is not revealed in the skin, but revealed in the എത്രയൊക്കെ spirit. മനസ്സിലാകുന്നു? How many of you are able to understand? ഹല്ലേലൂയ. പഴയ നിയമത്തിലെ മോശയുടെ മുഖത്തെ ത്വക്കിൽ മഹത്വം വെളിപ്പെട്ടാൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ജനത്തിന്റെ ഹൃദയത്തിലാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. In the Old Testament, if God revealed the radiance of his glory in Moses' face, let me tell you, as a new covenant believing church, let me tell you, the glory of the new us will be revealed in our hearts and our ഒരിക്കൽ spirits. കൂടി ഞാൻ പറയട്ടെ, the Old Testament glory was revealed in the skin, but in the New Testament the glory is not on the skin but in the spirit. The new Old Testament was Hallelujah. revealed in the skin, but the New Testament is not in the skin but in the spirit. Hallelujah. ആത്മാവില ദൈവമഹത്വം വെളിപ്പെട്ടു. Because it's in the spirit that God's glory is revealed. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത്, That is why the scripture says മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്ന് അവിടെ പറയുന്നതാണ്. that is what it says here, the one that മഹത്വത്തിന്റെ പ്രത്യാശ, the hope of the glory. hope of glory resides in you. Amen. Amen. Through Christ. Through Christ Jesus. The glory of hallelujah hope hallelujah resides in your spirit through Christ Jesus. The hope of God resides in you through Christ Jesus. നിങ്ങൾക്കറിയാമോ? Do you know? എന്നാൽ ന്യായപ്രമാണത്തിലെ ഹല്ലേലൂയ യുഗത്തിൽ കർത്താവിന് സ്തോത്രം മോശയിൽ ഹല്ലേലൂയ ഈ അതായത് ഈ നിയമത്തെ പിടിച്ചവൻ താഴെ വരുമ്പോ ജനം ഇങ്ങനെ കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടായ ദേഷ്യം നിമിത്തം അവന്റെ കയ്യിൽ നൽകപ്പെട്ട അക്ഷരമുണ്ടല്ലോ, അക്ഷര നിയമം, അതിന്റെ കല്ലിനെ എറിഞ്ഞു പൊട്ടിച്ച് ഹല്ലേലൂയ അത് വെള്ളത്തിലേക്ക് ഇട്ട് ആ വെള്ളം ജനത്തെ കുടിപ്പിച്ചപ്പോൾ അതിൽ 3000 ജനങ്ങൾ ആ ഒറ്റ സമയത്ത് മരിച്ചു എന്നാണ് വചനം പറയുന്നത്. You know what happens when Moses was, his heart was upset and angry because the people were worshipping not the true God but the idols. You know what Moses did? Moses broke the tablets of the letters that God, the commandments of God, he broke and he put it into water and he made the people drink the water. And you know what happened? 3,000 people died on the spot. അവിടെയാണ് ഈ വചനം പ്രസക്തമാകുന്നത്. And that is where these words come into play.
പഴയ നിയമത്തിന്റെ നിയമമോ ഹല്ലേലൂയ ശുശ്രൂഷയോ ജനത്തെ കൊല്ലുന്നു, അക്ഷരം കൊല്ലുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ. So that is where this context comes into play, where the Old Testament letters or the commandments ministry kills, but the New Testament gives life. ആമേൻ. Amen. Exodus chapter 32 ഒന്ന് നോക്കി. Exodus chapter 32. അതിന്റെ 28 ഒന്ന് വായിച്ച്. Exodus chapter 32 verses 28. എന്താണ് അത് പറയുന്നത്? What does it say? Exodus chapter 22. Can someone please? 32 verse 28. ലേവ്യർ മോശെ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. കണ്ടോ, 3000 പേർ മരിച്ചു വീണു. 3000 people died. ആ അധ്യായം മൊത്തം വീട്ടിൽ പോയി വായിക്കണം. You need to go home and read that scripture. അപ്പോൾ ആ ചരിത്രം മനസ്സിലാവും. And you will understand the history. അക്ഷരം പിടിച്ചോണ്ട് വന്ന മോശ, പുതിയ നിയമത്തെ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയുമായി ഇറങ്ങി വന്ന മോശ, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. മോശയുടെ കോപത്തിന്റെ മുൻപിൽ 3000 പേരാണ് പെട്ടുപോയത്. You know what happened in the Old Testament ministry of the commandments of the Lord? When Moses brought down and he broke it, 3000 people died. ഹല്ലേലൂയ. Hallelujah. എന്നാൽ പുതിയ നിയമത്തില് നേരെ ഘടകവിരുദ്ധമായ ഒരു കാര്യം നടന്നു. But in the New Testament, completely opposite things happened. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുമായി പത്രോസ് ഇറങ്ങി വന്ന ഒരു സമയമുണ്ട്. And you know, there is a time when Peter came with the New Testament ministry. പുതിയ നിയമത്തിന്റെ അഭിഷേകം എന്നുള്ളത്, അല്ലെ പുതിയ നിയമത്തിന്റെ ദൈവശക്തി എന്നുള്ളത്, പുതിയ നിയമത്തിന്റെ ദൈവസ്നേഹം എന്നുള്ളത്, ഹല്ലേലൂയ, ഈ പത്രോസിൽ വ്യാപരിച്ചു. And you know, the New Testament, the true love, the power, the glory, the anointing of the Lord was revealed in Peter. പുതിയ നിയമത്തിൽ അഭിഷേകത്തിന്റെ രൂപത്തിൽ, ഹല്ലേലൂയ, ശക്തിയുടെ രൂപത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ രൂപത്തിൽ, ഹല്ലേലൂയ, മാളിക മുറിയിൽ കാത്തിരുന്ന 120 ഹല്ലേലൂയ ആൾക്കാരുടെ മേൽ, ഹല്ലേലൂയ, കൊടിയ കാറ്റെന്ന നേരെ, ഹല്ലേലൂയ, കർത്താവിനെ പിളർന്ന, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം, ഓ ഹല്ലേലൂയ, ശക്തിയുമായി ദൈവത്തിന്റെ അഭിഷേകം അവരുടെ ഇറങ്ങി വന്നപ്പോൾ, അതിൽ അഭിഷേകമായി മാത്രമല്ല അടയാളമായി അന്യഭാഷയോട് കൂടി, ഹല്ലേലൂയ, അഭിഷേകം അന്യഭാഷയോട് കൂടി പത്രോസ് ഇറങ്ങി വന്ന് അവൻ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ബൈബിൾ പറയുന്നു 3000 പേർ മരിച്ചില്ല, അവർ പുതുതായി ജീവിക്കപ്പെട്ടു. You know what happens in the New Testament? In the Old Testament, where 3000 people died, in the New Testament, 120 people were waiting in the upper room, waiting for the anointing of the Lord to come upon them. And you know what happens when the Lord's anointing came? The signs were shown in speaking of the tongues. And you know what is the first sign? When Peter walked in and gave only one sermon, 3000 people gave their lives to God. Life flowed into them. പുസ്തകത്തിൽ 3000 പേര് മരിച്ചു കിടന്നപ്പോൾ പുതിയ നിയമത്തിൽ നിത്യനരകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന 3000 പേര് നിത്യ ജീവനായി ദൈവം അവരുടെ ശക്തി വ്യാപരിക്കും. In 3000 people died in the Old Testament, but God, by the anointing, 3000 people were walked into eternal life by just one sermon, because of the anointing of the Lord that flowed into Peter. Do you know why? Do you know why? പത്രോസിന്റെ ആത്മാവിൽ ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. Because in Peter, the anointing of the God started filling. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? Do you know something? പത്രോസ് പ്രസംഗിച്ചപ്പോൾ, when Peter preached, ജനങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, when people were listening to the sermon, പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? do you know what they said? അവര് സാധാരണക്കാരല്ല, they were not ordinary people. അവര് ദൈവമാണ്. And അവര് ദൈവമാണ്. And they said it is God. അവര് ദൈവമാണ്. And he said they are God. ചിന്തിപ്പിച്ചു. And it started really making me think. ഹല്ലേലൂയ. ഒരു വ്യക്തി സാധാരണ തൊക്കും അല്ലെങ്കിൽ മീശയും താടിയും അല്ലെങ്കിൽ മുടിയുമുള്ളവനായി ഇങ്ങനെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ഉള്ളിൽ നിന്ന് പ്രവഹിച്ച ദൈവശക്തിയുടെ സാക്ഷ്യം കണ്ട ജനങ്ങൾ പറയുകയാണ്, അവൻ സാധാരണ വ്യക്തിയല്ല, അവനിൽ വ്യാപരിക്കുന്നത് ദൈവമാണ്. You know, when a man with a beard and normal clothes is standing and preaching by the anointing of the Spirit, people are looking at that anointing and saying, this is not an ordinary person, this is God himself. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഒരു prophetical voice ഇന്നു മുതൽക്കാലം കൈമാറട്ടെ. അല്ലെങ്കിൽ നീ ഒരു സാധാരണ വ്യക്തിയായി ഒരു ഇടത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്നിൽ കൂടി വ്യാപരിക്കുന്ന ജനം കാണത്തക്ക നിലയിൽ ഒരു ശക്തി വ്യാപരിക്കുന്നതിന് Let me tell you by a prophetical voice that when you might think you're an ordinary
person, but the anointing of the Lord comes into you, God will change you and He will reveal His glory. പാട്ടിൽ anointing, When you sing with anointing, ആരാധനയിൽ anointing, when you worship in വചന anointing. ധ്യാനത്തിൽ anointing, When you meditate the scriptures in anointing, നീ സാക്ഷി പറയുമ്പോൾ anointing, when you say testimonies, there is an നീ anointing. ജോലി ചെയ്യുന്നിടത്ത് ദൈവിക When you anointing. work, there is an anointing. ഓ ചുടരമ ഹത്വരകൾ കമനഗക്ഷ ഹല്ലേലൂയ. നീ പോകുന്ന ഇടങ്ങളിൽ anointing. Because wherever you take your foot into, you are taking the anointing. ഹല്ലേലൂയ. Hallelujah. നിന്നെ കാണുന്നവന് മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു anointing നിന്നിലേക്ക് കർത്താവ് And you know what? When the people see you, your anointing will be of such great, God's anointing will be of such great height that people will know it is the anointing of the Lord that is in you. എത്ര പേര് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു How many of you desire the anointing of the Lord? ആത്മാവിന്റെ നിറവുള്ള ഒരു ജീവിതം എനിക്ക് That you തരണം. want to live a life that is in the fullness of the Spirit of the Lord. ആത്മാവിന്റെ നിറവുള്ള ഒരു പ്രാർത്ഥന ജീവിതം എനിക്ക് തരണമേ. That you want to have a prayer life that is in the fullness of the Spirit of the ആത്മാവിന്റെ Lord. നിറവിനാലുള്ള ഒരു സംസാര ശൈലി എനിക്ക് തരണമേ. You desire to have when you speak, when you want to speak in the fullness of the Spirit of the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓ ഹല്ലേലൂയ. Hallelujah. ദൈവത്തോട് പ്രാർത്ഥിക്കണം. You need to start praying to കർത്താവേ, God. ഞാൻ സംസാരിക്കുമ്പോഴും ആത്മനിറവിൽ സംസാരിക്കാൻ കൃപ That തരണം. God, when I say everything, I want to speak in the fullness of the പ്രാർത്ഥിക്കുമ്പോൾ Spirit. ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കാൻ That കൃപ God, തരണം. even when I pray, I want to pray in the fullness of Spirit. ഹല്ലേലൂയ. പാടുമ്പോൾ ആത്മനിറവിനാൽ പാടുവാൻ കൃപ തരണമേ. Father God, give me the grace. Even when I sing, I want to sing in the fullness of the Spirit of the Lord. ഹല്ലേലൂയ. Hallelujah. 2026 അതൊരു ആഗ്രഹമാണ്. In 2026, that should be your അതൊരു desire. ആഗ്രഹമാണ്. It has to turn to be ഓ your അതൊരു desire. It ആഗ്രഹമാകട്ടെ. has to be your desire. ഓ ആത്മനിറവിനാൽ ഉള്ള ഒരു ജീവിതം. You need to thirst for the fullness of the Spirit of the Lord and a life that is in the fullness of the Spirit of the Lord. The letter kills, but the Spirit gives life. You know, the letter kills, but the Spirit gives life. Paul is not saying the law was evil. Paul is not saying that the law was evil. The law was holy, The and law it was glorious. The law was holy and the law was glorious. But the law always helped them to reveal, it always reveals the sin but they committed. And you know what the law does? The law always brought into light the sin that these people committed. Law exposed guilt in them, The law exposes the guilt in these people. but it has no power to transform lives. But it has no power to transform these people's life. Amen. Amen. Hallelujah. Hallelujah. But the letter without the Spirit of God, hallelujah, is just a religion without a relationship. The letter without God is a religion, but the letter with Spirit is life. Is that right? Religion, spirit without spirit, it's just a religion, not a A religion. letter without the Spirit is just a religion. Amen. Amen. Letter without the Spirit of God is just a rule, not a renewal of life. A letter without the Spirit is just a couple of rules without life in it. Hallelujah. Hallelujah. Letters without the Spirit of God is just a knowledge, but it has no life. The letter without the Spirit is just knowledge, but it does not have life. But the letter with Spirit of God is not a religion, it's a relationship. But the letter with the Spirit of the Lord is not a religion, it is a relationship. Hallelujah. It is life. It is life. Hallelujah. It's a renewal. It's a renewal. Hallelujah. അതിനാണ് നമ്മളിലേക്ക് ആ ആഗ്രഹം ഉണ്ടാകുന്നത്. And that is why you and I need to have that desire. ആത്മാവോ ജീവിപ്പിക്കുന്നു, ഹല്ലേലൂയ, അക്ഷരമോ കൊല്ലുന്നു. That's why it says the Spirit gives life and the letter kills. ഹല്ലേലൂയ. Hallelujah. അതാണ് ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നത്. And that is what Paul is revealing through the scriptures here. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരായി നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നവരായി മാറും. And you know what? As ministers of the new covenant, you and I should be people who reveal the glory of God in our lives. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയട്ടെ. And let me tell you one thing. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ If God's glory is revealed, ഒരു പാസ്റ്റർ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല. you don't require a pastor to lay hands on your അല്ല, head. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ If God's glory is revealed, രോഗസൗഖ്യം സംഭവിച്ചിരിക്കും. healing will surely happen. ഹല്ലേലൂയ. Thank you Lord. ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ And when God's glory is revealed, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും.
God's peace will fill your hearts for sure. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തിൽ എന്തുണ്ട്? So you know what that means is what is there in the spirit at the glory of God. ദൈവത്തിന്റെ മഹത്വത്തിൽ ശക്തിയുണ്ട്. In glory of God there is power. എഴുതിയെടുത്ത വേണിയോ? You can write it down if you want. ദൈവത്തിന്റെ മഹത്വത്തിൽ ശക്തിയുണ്ട്. In God's glory there is power. ദൈവത്തിന്റെ മഹത്വത്തിൽ സൗഖ്യമുണ്ട്. In God's glory there is healing. ദൈവത്തിന്റെ മഹത്വത്തിൽ സമാധാനമുണ്ട്. In God's glory there is peace. ദൈവത്തിന്റെ മഹത്വത്തിൽ ധനമുണ്ട്. In God's glory there is provision. riches. Hallelujah. ദൈവത്തിന്റെ മഹത്വത്തിൽ ശബ്ദമുണ്ട്. In God's glory there is a voice. ദൈവത്തിന്റെ മഹത്വത്തിൽ ചലനമുണ്ട്. In God's glory there is movement. ദൈവത്തിന്റെ മഹത്വത്തിൽ സാന്നിധ്യമുണ്ട്. And in God's glory there is presence. എന്തെല്ലാം ഉണ്ട്? What all things are there in God's glory? ശക്തിയുണ്ട്, There is power, സൗഖ്യമുണ്ട്, there is healing, സമാധാനമുണ്ട്, there is peace, ഓ ഹല്ലേലൂയ, ധനമുണ്ട്, there is riches, ഹല്ലേലൂയ, അവിടെ ശബ്ദമുണ്ട്, there is voice, അവിടെ ചലനമുണ്ട്, there is movement, അവിടെ ദൈവ and സാന്നിധ്യമുണ്ട്. there is presence. എങ്ങനെ പാസ്റ്റർ ഇത് മനസ്സിലാക്കുന്നത്? And you might ask God, how do we understand that God's glory has all these things? ദൈവത്തിന്റെ മഹത്വത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന്. How do you understand that God's glory has all these things? നിങ്ങളുടെ ഭവനത്തിൽ, In your house, നിങ്ങളുടെ കുടുംബത്തിൽ in your family, ദൈവത്തിന്റെ മഹത്വം ഉണ്ടെങ്കിൽ if God's glory is revealed, അവിടെ ശക്തി ഉണ്ടെന്ന്. there is power in your families. എന്റെ കുടുംബത്തിൽ ദൈവശക്തിയുണ്ട്. That when God's glory is revealed in your പറഞ്ഞിട്ട് family, എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ so ശക്തിയുണ്ട്. say it after me, there is ഓ എല്ലാവരും power in ഒരിക്കൽ my കൂടെ family. പറഞ്ഞിട്ട് എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. Say it after me, my family has there is a ഓ power in my family. ദൈവത്തിന്റെ എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. That in my family there is God's power. ഓ ദൈവത്തിന്റെ സമാധാനം എന്റെ കുടുംബത്തിലുണ്ട്. There is peace of God in my family. അതിൽ എന്തെങ്കിലും ഹല്ലേലൂയ വിഷമതകൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഇന്ന് പകർക്കാൻ റീറൈറ്റ് ചെയ്ത് പറയണം, എന്റെ കുടുംബത്തിൽ ശണ്ടയല്ല, വഴക്കല്ല, അത് സമാധാനമുണ്ട്. If there is anything going on in your family, you need to declare and proclaim that it is not fight, the spirit of fight, but it is the glory of the peace of God that is going to be revealed in my family. എന്റെ കുടുംബത്തിൽ സൗഖ്യമുണ്ട്. And you need to declare there is healing in my family. പറഞ്ഞ സൗഖ്യമുണ്ട്. Say it loudly, there is healing in my എന്റെ family. കുടുംബത്തിൽ സൗഖ്യമുണ്ട്. Say there is healing of the Lord in my family. ഒരു ഏറ്റുപറച്ചിലുണ്ടായിട്ട് You need to proclaim it. You need to ഹല്ലേലൂയ, declare it. നന്നായി പറഞ്ഞാട്ടെ. Say it loudly and എന്റെ boldly. കുടുംബത്തിൽ ശക്തിയുണ്ട്. That there is power in my family. എന്റെ കുടുംബത്തിൽ സൗഖ്യമുണ്ട്. That there is healing in my family. എന്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്. That there is the peace of God in my എന്റെ family. കുടുംബത്തിൽ ഹല്ലേലൂയ ധനമുണ്ട്. That there is the riches of God in my family. എന്റെ കുടുംബത്തിൽ തൃപ്തിയുണ്ട്. That there is the satisfaction of God in my എന്റെ family. കുടുംബത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഞാൻ That there കേൾക്കും. is the voice of God in my എന്റെ family. കുടുംബത്തിൽ ദൈവത്തിന്റെ ചലനമുണ്ടാകും. That there is the movement of God in my എന്റെ family. കുടുംബത്തിൽ ദൈവ സമാധാനമുണ്ട്. That there is the peace of God in my ഒരിക്കൽ family. കൂടെ Proclaim it loudly and എന്റെ boldly. കുടുംബത്തിൽ ദൈവ ശക്തിയുണ്ട്. That there is the power of God in my family. Say എന്റെ loudly. കുടുംബത്തിൽ ദൈവ സൗഖ്യമുണ്ട്. That there is the healing of God in my എന്റെ family. കുടുംബത്തിൽ ദൈവത്തിന്റെ സമാധാനം. That there is the peace of God in my family. എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യമുണ്ട്. That there is the presence of God in my family. എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ധനമുണ്ട്. And there is the movement, the hand of God in my family, the riches of God in my family. എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ചലനമുണ്ട്. And there is the movement of God in my family. ഓ ഹല്ലേലൂയ, Oh, hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓ ദൈവ മഹത്വം ഉള്ളിടത്ത് Because where God's glory is ദൈവ revealed, ശക്തിയുണ്ട്. the power of God is also revealed. എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you believe 2026 that in 2026 എന്റെ ഭവനത്തിൽ വേണ്ടിയത ഇതൊക്കെ. that these are the things that you need in your family? ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചാൽ മതി. And if you need all these things, you need to desire for one ദൈവത്തിന്റെ thing. മഹത്വം ആഗ്രഹിച്ചാൽ മതി. You need to desire only for one thing, and that ഓ is the glory of ഹല്ലേലൂയ, God. glory Hallelujah. of God, The glory of God. Shekinah of The God, Shekinah of God. Kabod of The God. Kabod of God. ഹല്ലേലൂയ. Hallelujah. എന്റെ കുടുംബത്തിൽ അത് വേണം. You need it in your family. ആ. We all need it in our ഓ families. ശത്രു ചിരിച്ചത് മതി. And you know, it is enough for the അത് time of the evil ശത്രുവിന്റെ to laugh. ഭവനത്തിൽ ചലിച്ചത് മതി. It is enough for the evil to moving in our family. സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ശത്രുവിനോട് യേശുവിന്റെ നാമത്തിൽ get out എന്ന് പറയണം. Say it in the all authority of the name of Jesus, get out from my family in the name of Jesus. അസമാധാനത്തെ കൊണ്ടുവരുന്ന വാക്കുകളെ ഇട്ട്
അതിന് കുടുംബത്തിന്റെ സന്തോഷത്തെയും അതിന്റെ പാവിത്രത്തെയും ഇല്ലാതാക്കുന്ന ശത്രുവിനോട് get out എന്ന് പറയണം. Rebuke any spirit or words that come against your family and your as a family that rebukes and takes away the peace of your family. You need to proclaim in the name of Jesus. I proclaim such words cast out in the name of Jesus. Amen. ഹല്ലേലൂയ. അതികാലെ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ പെടലി വേദന, നടുവേദന, കൈവേദന, കാല് സന്ധിവേദന എന്ന് പറയുന്ന രോഗത്തോട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ get out എന്ന് പറയണം. If you wake up with body pains, back pain, leg pains, when you wake up from your bed in the morning, you need to say to that spirit, in the name of Jesus, I declare healing, and the powers of sickness go away. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In Jesus' name. ഹല്ലേലൂയ. Hallelujah. അധികാരത്തോടെ പറയുവാൻ കഴിയണം. You need to be saved with all authority and all power. എന്നിട്ട് നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വരട്ടെ. And then this thought should come into your mind. എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. And God lives in me. The hope of glory. The hope of glory of God lives in me. എന്റെ ഉള്ളിൽ It is there in you and I. It is not in my skin, it is in the spirit. It is not in my skin, it is in my spirit. ഹല്ലേലൂയ. Hallelujah. ഈ ആത്മാവിന്റെ ഉള്ളിൽ ഉള്ളത്രയും കാലം As long as this spirit is in you, ഞാൻ മഹത്വത്തിൽ ഇരിക്കുകയാണ്. you will always sit in the glory of God. Look at Adam and Eve. Look at Garden of Eden. Look at Adam and Eve in the Garden of Eden. ഞാൻ ഇവിടെ ഇത് പറഞ്ഞത് നിർത്താൻ പോകുകയാണ്. I'm going to say this and conclude the sermon. ഹല്ലേലൂയ. ദൈവം ഏദൻ പൂങ്കാവനത്തെ സൃഷ്ടിച്ചു. God created the Garden of Eden. ഹല്ലേലൂയ. അവിടെ Hallelujah. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു വെച്ചു. And God created Adam and Eve. നിഷ്പാപ യുഗത്തിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. I'm talking about a sinless generation. ഹല്ലേലൂയ. അന്നേരം ആദാം ഇനിയും പാപം ചെയ്തിട്ടില്ല. So Adam has not yet sinned. ഹവ്വ പാപം ചെയ്തിട്ടില്ല. Eve has not yet sinned. അവിടെ എപ്പോഴും the glory of God And ഉണ്ടായിരുന്നു. you know what was there? The glory of God was there. മഹത്വം ഉണ്ടായിരുന്നു. There was always glory of God in that place. ഇപ്പൊ ആദാമിനെ അവയൊന്ന് നോക്കിയേ. Now look at Adam and Eve now. ഓ എല്ലാ കണ്ണുകളും അടച്ചേ. All eyes closed and ആദാമിനെ അവയൊന്ന് നോക്കാനായി പറയണേ. look at in your spirit. Think of Adam and Eve. ആദാം അവ ഇങ്ങനെ അല്ലെ തോട്ടത്തിൽ വിഹരിക്കുകയാണ്. And now Adam and Eve are walking in that garden. ഹല്ലേലൂയ. ദൈവ മഹത്വത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. They are walking in God's glory and Shekinah at all times. ഹല്ലേലൂയ. നിങ്ങളുടെ ആ ഇമാജിനേഷനിലേക്ക് ഞാൻ I കൊണ്ടുവരികയാണ്. am taking you to that imagination. അവര് നല്ല ഹല്ലേലൂയ നല്ല നല്ല മരങ്ങൾ പുഷ്പം ഉള്ള മരത്തിന്റെ ചെടികളുടെ അടുക്കിലേക്ക് അവർ നടക്കുന്നു. They are walking through beautiful fruitful trees and beautiful flowers. They are walking through it. ഹല്ലേലൂയ. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പ്രാണികൾ അവിടെ ഇവിടെയൊക്കെ സഞ്ചരിക്കുന്നു. And you know all these beautiful creatures are walking throughout the garden. അധികാരം ഹല്ലേലൂയ മഹത്വം കയ്യിലേറ്റവനായി അവർ രണ്ടുപേരും നടക്കുന്നു. And these people are walking as people who are carrying with the glory of God. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി പാർത്തു. And you know what it says? The glory of God was with them at all times. അവരുടെ വസ്ത്രമെന്ന് പറയുന്നത് നാരുകൊണ്ടല്ല, അവരുടെ വസ്ത്രം മഹത്വം കൊണ്ടായിരുന്നു എന്ന് ബൈബിൾ You know പറയുന്നത്. the Bible says that they were not clothed with leaves, but they were clothed with the glory of God. ഹല്ലേലൂയ. Hallelujah. അവരിപ്പോൾ വളരെ സ്വച്ഛന്തമായി നടക്കുന്നു. And they're walking freely. ഹല്ലേലൂയ. അവർക്ക് ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് ശക്തി ഉണ്ടായിരുന്നു. And you know that there was power in that garden. ഏത് പുലി അവിടുന്ന് വന്നാലും സിംഹം വന്നാലും അതിന്റെ മേൽ ഇവർക്ക് ശക്തി And you ഉണ്ടായിരുന്നു. know what? Any lion came or tiger came, they had the power of these creatures. കാരണം എന്റെ ദൈവം അവരെ മഹത്വത്തിൽ നിർത്തിയിരിക്കുകയാണ്. Because you know why God has put them in such a glory. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് അവർക്ക് ആ അധികാരത്തെ പ്രയോഗിക്കാനുള്ള കരുത്തും ശക്തിയും അവർ പ്രാപിച്ചു. And you know because they were dwelling in the glory of God, they had the authority and the power to manage everything with എന്റെ the കൂടെ power of the നിങ്ങൾ Lord. വരണമേ. You need to journey with me in my thoughts. ഹല്ലേലൂയ. പുലി ആട്ടുംകുട്ടിയെ കാണുമ്പോൾ ഓടി പിടിക്കുന്നില്ല. You know in that time the lion did never catch the sheep. ആ തോട്ടത്തിൽ സമാധാനം Because there ഉണ്ടായിരുന്നു. was peace in that garden. ആ തോട്ടത്തിൽ അധികാരം There ഉണ്ടായിരുന്നു. was power in that garden. ശക്തി ഉണ്ടായിരുന്നു. There was the power, a great power of the Lord in that garden. സൗഖ്യം There ഉണ്ടായിരുന്നു. was healing in that garden. ആദാമിന് തലവേദന എന്ന് നമ്മുടെ വചനത്തിൽ കാണുന്നില്ല. You don't see in the scriptures that Adam had headaches. അവയ്ക്ക് വയറുവേദന എന്ന് പറഞ്ഞ് You don't കാണുന്നില്ല. see in the scriptures that Eve had രോഗമില്ലാത്ത തോട്ടം. a garden that did not have sickness. ഓ ഭയങ്കര സ്വസ്ഥത. There was complete peace in that എന്നാ garden. കാര്യം? You know what was the reason? മഹത്വം വെളിപ്പെട്ടു. Because the glory of God was revealed. മഹത്വമുള്ളടുത്ത് Wherever there is glory of God, ശാന്തമായി നമുക്കൊന്ന് പറയാം. you can say it peacefully. You can say to yourself,
Where there is glory of God, അവിടെ ശക്തിയുണ്ട്. there is power. Say it. Where there is glory of God, there is power. 2026 നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ശക്തി വ്യാപരിക്കും. In 2026, let the power of the glory of God be revealed in your family. ദൈവത്തിന്റെ മഹത്വമുള്ളിടത്ത് So second, when there is glory of God, സൗഖ്യമുണ്ട്. there is healing. സൗഖ്യമുണ്ട്. There is healing. ഓ സൗഖ്യമുണ്ട്. There is healing. ഓ താങ്ക് യു ലോർഡ്. Thank you, Jesus. 2026 നമ്മുടെ കുടുംബങ്ങളെ In സമയം. 2026, that should be the ഹല്ലേലൂയ. family. ദൈവത്തിന്റെ മഹത്വമുള്ളിടത്ത് And the third thing, when there is glory of God, സമാധാനമുണ്ട്. there is peace. സമാധാനമുണ്ട്. There is peace. ഓ ഹല്ലേലൂയ. ഇതാണ് വേണ്ടത് കേട്ടോ. This is what you need to desire as a നിന്റെ family. ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും സമാധാനം എപ്പോഴും വ്യാപരിക്കും. You know, at any circumstances of your life, one thing you need to desire is the peace of God to dwell in your family at all times. Without control, don't speak. Without control, don't speak. കൺട്രോൾ ഇല്ലാത്ത ചിന്തകൾ വേണ്ട. Don't have thoughts that don't have കൺട്രോൾ control. ഇല്ലാത്ത സംസാരം വേണ്ട. Don't have speak things that don't have ഹോളി control. സ്പിരിറ്റ് അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ നയപ്പെടുത്തി അതിനെ ഹല്ലേലൂയ പാകപ്പെടുത്തി കുടുംബത്തിൽ അസമാധാനം വ്യാപരിക്കും. And you know, the Holy Spirit will take control, and the Holy Spirit will speak only and will showcase the glory of God in your family. ഈ ഏദൻ തോട്ടത്തിൽ തൃപ്തി ഉണ്ടായിരുന്നു. And you know, there was satisfaction in the Garden of ഒന്നിനും Eden. കുറവില്ല. There was no lack in the garden. ഒന്നിനും കുറവില്ല. There was no lack in the garden. നിങ്ങളുടെയും ഭവനത്തിൽ ഒന്നിനും കുറവാണ്. So in your house also, there will be no lack of anything. അല്പമേ എണ്ണ ഉണ്ടെങ്കിലും അല്പമേ ഭരണിയിലുണ്ടെങ്കിലും അതിലൊരു തൃപ്തി നിന്റെ ഉള്ളിലേക്ക്. And you know, if it is only a little oil that you have in your vessel, let me tell you, that is enough for you to be satisfied. And where there is glory, that is enough. And that is why glory of the Lord is that in that Thank place. you, Lord. Thank you, Jesus. Thank you, Lord. Thank you, Lord. ദൈവ ശബ്ദമുണ്ട് അവിടെ. And you know what? When there is the glory of Lord, there is a voice. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ ശബ്ദം. There is a voice of the Lord. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. There is a presence of the Lord. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. All eyes closed. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let's all rise up to our feet. സത്യത്തിൽ ഇതൊരു വലിയ ചിന്തയാണ്. Because to be honest, it's a very big topic. ഇതൊരു ബൈബിൾ സ്റ്റഡിയുടെ This is a ചിന്തയാണ്. Bible study topic. എന്നാൽ അതിനെ അങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഇവിടെ സമയമില്ല. We don't have the time to teach like a Bible അത് study. ദൈവം അതിനു വേണ്ടി സഹായിക്കട്ടെ. And then may God help us to study it at some നമ്മൾ point in time. ടാബർനാക്കിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. We are studying the tabernacle. അതിലുണ്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ മഹത്വം. And you know, even in the tabernacle, നമ്മൾ കുറേയൊക്കെ പഠിക്കാൻ the glory of God is revealed. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് And let's ഏൽപ്പിച്ചു. all now give ourselves into the hand of God. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ അക്ഷരത്തിന്റെ ശുശ്രൂഷ. The ministry of the Old Testament was the ministry of the letter. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അത് ആത്മാവിന്റെ You ശുശ്രൂഷ. know, and the New Testament ministry is the ministry of the Spirit. അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊല്ലുമ്പോൾ You know, ആത്മാവിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്നു. The ministry of the letter kills, but the ministry of the Spirit gives life. പലരും മോശ ഹല്ലേലൂയ പലരുടെ മരണത്തിന് കാരണമായാൽ പത്രോസ് പലരുടെ ജീവന് കാരണമായി. Moses was the reason on the death of so many people, but let me tell you, Peter became by the Spirit became the reason for life for so many people. മഹത്വം നമ്മുടെ സ്കിന്നിലല്ല, മഹത്വം നമ്മുടെ ആത്മാവിൽ. Glory of God is not in your skin, but it is in your spirit. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. And that is why you are able to give God the glory. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. All eyes closed in this place. കർത്താവിനോട് പ്രാർത്ഥിക്കുക. And just pray to God. എന്റെ ഉള്ളിലേക്ക് വരണമേ. Father God, I invite you എന്റെ into my life. കുടുംബത്തിലേക്ക് വരണം. I invite you into my family. മഹത്വമായി ഇറങ്ങണമേ. Father God, let your glory come into my family. Ora baba baba kashe tere kara baba baba kashe tere baba. Father God, come into our family. ആ ശക്തി ഒന്ന് അനുഭവിക്കാൻ. Father God, the power of the glory of God to come in our family. ആ ശക്തി ഒന്ന് എനിക്ക് അനുഭവിക്കണം. Father God, I want to experience the power of the glory of God. ആ സൗഖ്യം അനുഭവിക്കണം. Father God, I want to experience the healing from the glory of God. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ When we are praying in this place, ശരീരങ്ങളിൽ സൗഖ്യം വ്യാപരിക്കുന്ന ആത്മാവ് ഞാൻ കാണും. I see it in my spirit that the bodies are being healed in the name of Jesus. ഓ നിന്നെ അടിക്കടി അസ്വസ്ഥതപ്പെടുത്തുന്ന രോഗശക്തികളുടെ കെട്ടുകൾ അതിൽ അഴിയുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ്. And I'm seeing in the spirit that the chains that are binding you to bring sicknesses in you are being broken in the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In Jesus' powerful name. നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളെ വിട്ടുപോകുവാൻ കൽപ്പിക്കുകയാണ്. We command that the chains of the sicknesses that are coming to you be broken in the name of Jesus. ആ ത്വക്കിന്റെ രോഗങ്ങൾ വിട്ടു മാറട്ടെ. Let the sicknesses be gone in the name of Jesus. ഹല്ലേലൂയ. പുറത്തും അകത്തും ഒരുപോലെ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. Let the power of the Lord
let the healing take place inside and outside you in the name of Jesus. പരിശുദ്ധാത്മാവിന്റെ അലലി ശക്തിയാൽ ഇന്ന് പകൽക്കാലം കർത്താവേ പ്രാർത്ഥിക്കുന്നു. അലലി ഏതെങ്കിലും വിഷയത്തിൽ അങ്ങയുടെ മക്കളിൽ അസമാധാനത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുന്ന ഏത് വിഷയമാണെങ്കിലും അതിൽ സമാധാനം വ്യാപരിക്കട്ടെ. Father God, I pray that your children of God standing in this place, if there is anything that is bringing distress, lack of peace in their family, I declare in the name of Jesus, and the glory of God will rebuke it in the name of Jesus. ജോലിയോടുള്ള ബന്ധത്തിലുള്ള സമാധാനം, You know, peace that is in relation to your work, കുടുംബ വിഷയത്തിലുള്ള സമാധാനം, a peace that is in relation to your family, അല്ലെങ്കിൽ ആരോഗ്യ വിഷയമായ സമാധാനം a peace that is in relation to your health. യേശുവിന്റെ നാമത്തിൽ In Jesus' name, ഒരു റീപ്ലേസ് ഓഫ് പീസ്, a replacing of peace. അത് പീസിനെ ഹല്ലേലൂയ അസമാധാനത്തെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ദൈവ സമാധാനത്തെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. We are praying for a peace, a replacement of a spirit of peace to come and overtake the spirit of anxiousness. Hallelujah. Hallelujah. ഒരു തൃപ്തിയുടെ അനുഭവം തരണമേ. And let the spirit of contentment come on you. തന്ന ആ ചെറിയ വീട്ടിൽ, If God gives you a small house, ഹല്ലേലൂയ, തന്ന ചെറിയ വാഹനത്തിൽ, a small car, തന്ന ചെറിയ ജോലിയിൽ a small job, എപ്പോഴും തൃപ്തി ഞങ്ങൾക്ക് always contentment. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം. Lord, bless your children. ഇന്ന് Lord. പകൽക്കാലം വചനം നമ്മളെ തൊട്ടതിന് സ്തോത്രം. Thank you, Lord, for the word has touched us. ഹല്ലേലൂയ, മഹത്വത്തിന്റെ ശക്തിയോട് കൂടെ ഞങ്ങളെ പറഞ്ഞഴിക്കണം. Father God, send us with the power of the glory. മഹത്വത്തിന്റെ സമാധാനത്താൽ നമ്മളെ Send us with the പറഞ്ഞഴിക്കണം. glory of peace. മഹത്വത്തിന്റെ സൗഖ്യത്തോടെ Send us പറഞ്ഞഴിക്കണം. with the glory of healing. മഹത്വത്തിന്റെ ശബ്ദം അന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പറഞ്ഞഴിക്കണം. Send us with the glory of the voice of God send us, Lord. ഇന്ന് പകൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. Bless your children in this place. അടുത്ത ആഴ്ച ദിവസങ്ങളൊക്കെ ജയകരമായി ജീവിക്കാൻ ഞങ്ങളെ We സഹായിക്കും. declare victory, that they may live in victory in the coming weeks. ഞങ്ങളുടെ മക്കളെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കും. Bless your children once again. യാചന കേട്ടല്ലോ. Thank you for hearing our യേശുവിൻ നാമത്തിൽ prayer. In തന്നെ. Jesus' name we pray. ആമേൻ.